ഒമേഗ 3യെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ? ഹൃദയത്തിന് നല്ലതാണ്, ബ്രെയിനിന് നല്ലതാണ്, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി കഴിക്കുന്ന ഈ ഫിഷ് ഓയിൽ ഗുണത്തിനു പകരം ദോഷമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാലോ? അതെ, അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഇതിന്റെ പിന്നിലെ ഒരു വിരോധാഭാസമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. നമുക്ക് ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കണക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. 84,000 മരണങ്ങൾ ഓരോ വർഷവും. ഇതൊരു വെറും സംഖ്യയല്ല. നമ്മുടെ ശരീരത്തിന് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന EPA, DHA എന്ന 2 തരം ഒമേഗ 3 ഫാറ്റുകൾ വേണ്ടത്ര കിട്ടാത്തതുകൊണ്ട് മാത്രം സംഭവിക്കുന്ന, നമുക്ക് തടയാൻ കഴിയുന്ന മരണങ്ങളാണിത്. ഇതിന്റെ ഗൗരവം എത്രത്തോളമുണ്ടെന്ന് വെച്ചാൽ, നമ്മളെല്ലാം പേടിക്കുന്ന, ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ട്രാൻസ് ഫാറ്റുകളില്ലേ, അതുണ്ടാക്കുന്ന അത്രയും തന്നെ വലിയൊരു പ്രശ്നമാണിത്. അപ്പോ ഈ വലിയ കണക്കുകൾക്ക് പിന്നിലെ കാരണമെന്തായിരിക്കും? അത് നമ്മുടെ എല്ലാം ഭക്ഷണരീതിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ അസന്തുലിതാവസ്ഥയാണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മുടെ ശരീരത്തിന് പ്രധാനമായും 2 തരം ഫാറ്റുകൾ വേണം: ഒമേഗ 6ഉം ഒമേഗ 3യും. ഇവരുടെ പ്രവർത്തനം ഒരു ടീം പോലെയാണെന്ന് പറയാം. ഒമേഗ 6 ആണ് ഒരു പ്രശ്നമുണ്ടായാൽ ആദ്യം രക്ഷാപ്രവർത്തനം തുടങ്ങുന്നത്. അതായത് ശരീരത്തിൽ ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ടുണ്ടാക്കുന്നു. ഇത് നല്ലതാണ്, ഒരു മുറിവുണങ്ങാനൊക്കെ ഇത് അത്യാവശ്യമാണ്. പക്ഷേ ആ ജോലി കഴിഞ്ഞാൽ ആ തീ അണയ്ക്കാൻ ഒരാൾ വേണ്ടേ? അതാണ് ഒമേഗ 3യുടെ റോൾ. ആ നീർക്കെട്ട് കുറച്ച് ശരീരത്തെ വീണ്ടും നോർമൽ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെയാണ് കളി മൊത്തത്തിൽ മാറുന്നത്. ആരോഗ്യകരമായ ഒരു ശരീരത്തിൽ ഈ ടീം വർക്ക് നടക്കേണ്ടത് ഏകദേശം 3-1 എന്ന അനുപാതത്തിലാണ്. അതായത് തീ കൊളുത്തുന്ന 3 ഒമേഗ 6ന് അത് അണയ്ക്കാൻ ഒരു ഒമേഗ 3. എന്നാൽ നമ്മുടെ ഇന്നത്തെ ഭക്ഷണശീലം കാരണം ഈ അനുപാതം 20-1 എന്ന അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഒരു തീ കെടാതെ എരിഞ്ഞുകൊണ്ടിരിക്കുന്നൊരവസ്ഥ, ഒരു വിട്ടുമാറാത്ത നീർക്കെട്ട്. അപ്പോ നിങ്ങളുടെ ശരീരത്തിലിങ്ങനെ ഒരു തീ എരിയുന്നുണ്ടോ എന്നെങ്ങനെ അറിയാം? ഒരു പക്ഷേ നിങ്ങളെ നിസ്സാരമെന്ന് തള്ളിക്കളയുന്ന പല പ്രശ്നങ്ങളുടെയും യഥാർത്ഥ കാരണം ഇതായിരിക്കാം. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഒമേഗ 3യുടെ കുറവ് കാരണം സാധാരണയായി കാണുന്ന 7 ലക്ഷണങ്ങളാണ്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് സ്ഥിരമായി അനുഭവപ്പെടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് വിലയിരുത്തി നോക്കൂ. ഒരു കാരണവുമില്ലാത്ത വിഷാദം, അല്ലെങ്കിൽ ഒന്നിനും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇനി ശാരീരികമായ കാര്യങ്ങൾ നോക്കിയാൽ വിട്ടുമാറാത്ത സന്ധിവേദന, എപ്പോഴും വരണ്ടിരിക്കുന്ന ചർമ്മം, കണ്ണുകളിലെ വരൾച്ച, എന്തിന് മാറാത്ത അലർജിയും എപ്പോഴും തോന്നുന്ന ക്ഷീണവും വരെ ഇതിന്റെ സൂചനകളാകാം. പലപ്പോഴും ഈ ലക്ഷണങ്ങളെ നമ്മൾ മറ്റു പല കാരണങ്ങളുമായി ബന്ധിപ്പിച്ച് തെറ്റിദ്ധരിക്കാറാണ് പതിവ്. ഈ ലക്ഷണങ്ങൾ കേട്ടപ്പോൾ തന്നെ നിങ്ങളിൽ ചിലർ ചിന്തിക്കുന്നുണ്ടാവും, ഹേയ്, ഞാൻ ഫ്ലാക്സീഡും വാൾനട്ടും ഒക്കെ കഴിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ദിവസവും ഒരു ഫിഷ് ഓയിൽ ഗുളിക എടുക്കുന്നുണ്ടെന്നൊക്കെ. എന്നാൽ ഒരു മിനിറ്റ്, അവിടെയാണ് അടുത്ത കെണി ഒളിഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ കെണി സസ്യാധിഷ്ഠിത സ്രോതസ്സുകളിലാണ്. ഈ ചണവിത്ത്, വാൾനട്ട് എന്നിവയിലൊക്കെയുള്ളത് ALA എന്ന ഒമേഗ 3 ആണ്. ഇതൊരു അസംസ്കൃത വസ്തുവാണെന്ന് വിചാരിച്ചോളൂ. നമ്മുടെ ശരീരത്തിന് വേണ്ടത് EPA, DHA എന്ന ഫൈനൽ പ്രോഡക്റ്റാണ്. ALAയിൽ നിന്ന് EPA, DHA ഉണ്ടാക്കുന്ന ഈ പ്രോസസ്സ് നമ്മുടെ ശരീരത്തിൽ അത്ര കാര്യക്ഷമമൊന്നുമല്ല. വെറും 5% താഴെ മാത്രം. പോരാത്തതിന് നമ്മുടെ സ്ട്രെസ്, മദ്യപാനം, പിന്നെ ഭക്ഷണത്തിലുള്ള അധിക ഒമേഗ 6 ഇതെല്ലാം ഈ പ്രക്രിയയെ പാടെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. അത് സസ്യാഹാരത്തിന്റെ കാര്യം. ഇനി ഫിഷ് ഓയിൽ ഗുളികയുടെ കാര്യമോ? അവിടെയാണ് ലിപിഡ് പെറോക്സിഡേഷൻ എന്ന വില്ലൻ വരുന്നത്. വളരെ സിമ്പിളായി പറഞ്ഞാൽ, ഒരു ആപ്പിൾ മുറിച്ചുവെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അതിന്റെ നിറം മാറുന്നത് കണ്ടിട്ടില്ലേ? വായുവുമായി പ്രവർത്തിച്ച് അത് ഓക്സിഡൈസ് ആവുകയാണ്, അതായത് കേടാവുകയാണ്. ഏകദേശം അതുപോലെ തന്നെയാണ് ഈ സംരക്ഷണമില്ലാത്ത ഫിഷ് ഓയിലിനും സംഭവിക്കുന്നത്. നമ്മൾ ഗുളിക കഴിക്കുമ്പോൾ അത് നമ്മുടെ കോശങ്ങളിൽ എത്തുന്നതിന് മുന്നേ തന്നെ വയറ്റിൽ വെച്ച് ഇങ്ങനെ കേടായി പോകുന്നു. ഫലത്തിൽ അതുകൊണ്ട് ഗുണം കിട്ടില്ലെന്ന് മാത്രമല്ല, ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഫ്രീ റാഡിക്കലുകളായി അത് മാറുകയും ചെയ്യും. അപ്പോൾ എന്തു ചെയ്യും? എല്ലാം പ്രശ്നമാണെങ്കിൽ പിന്നെന്താ വഴി? പേടിക്കണ്ട, വഴിയുണ്ട്. നമ്മുടെ കോശങ്ങളുടെ ആരോഗ്യം എങ്ങനെ അടിസ്ഥാനപരമായി വീണ്ടെടുക്കാമെന്ന് നോക്കാം. നമ്മുടെ ഓരോ കോശത്തെയും ഒരു വീടായിട്ട് സങ്കല്പിക്കുക. അതിന്റെ മതിലാണ് ഈ ഒമേഗ ഫാറ്റുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒമേഗ അനുപാതം ശരിയാണെങ്കിൽ ഈ മതിൽ നല്ല വഴക്കമുള്ള ഒരു സ്മാർട്ട് ഗേറ്റ് പോലെയാണ്. നല്ല പോഷകങ്ങളെ അകത്തേക്കും മാലിന്യങ്ങളെ പുറത്തേക്കും വിടും. എന്നാൽ ഒമേഗ 6 കൂടിയാലോ, ഈ ഗേറ്റ് ഉറച്ച് അടഞ്ഞൊരു കോൺക്രീറ്റ് മതിലായി മാറും. അകത്തേക്ക് പോഷകങ്ങൾ വേണ്ട രീതിയിൽ വരില്ല, പുറത്തേക്ക് മാലിന്യങ്ങൾ പോകുകയുമില്ല. ഇവിടെയാണ് പല രോഗങ്ങളുടെയും തുടക്കം. അതുകൊണ്ട് പരിഹാരം വളരെ വ്യക്തമായ 2 സ്റ്റെപ്പുകളാണ്. ഒന്ന്, തീ കൊളുത്തുന്നവനെ നിയന്ത്രിക്കുക. അതായത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഒമേഗ 6 കൂടുതലുള്ള റിഫൈൻഡ് എണ്ണകൾ, ചോളം, സോയാബീൻ, സൂര്യകാന്തി എണ്ണകൾ, ഇതൊക്കെ അങ്ങ് ഒഴിവാക്കുക. 2, തീ അണയ്ക്കുന്നവനെ സംരക്ഷിക്കുക. നമ്മൾ കഴിക്കുന്ന ഒമേഗ 3 കേടുവരാതെ സംരക്ഷിക്കണം.
പ്രകൃതിയിൽ മത്സ്യത്തിൽ കാണുന്നത് പോലെ കൂടെ ഒരു ബോഡിഗാർഡ് വേണം. ഉദാഹരണത്തിന് നല്ല ഒലീവ് എണ്ണയിലൊക്കെ കാണുന്ന പോളിഫെനോളുകൾക്ക് ഒമേഗ 3യെ ഓക്സിഡേഷനിൽ നിന്ന് സംരക്ഷിക്കാൻ സാധിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊക്കെ എന്റെ ശരീരത്തിൽ ശരിയാണോ എന്ന് വെറുതെ ഊഹിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. നമുക്കത് കൃത്യമായി അറിയാൻ ഒരു വഴിയുണ്ട്. ഒമേഗ 3 ഇൻഡെക്സ് എന്നൊരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. ഇത് നിങ്ങൾ ഇന്നലെ എന്ത് കഴിച്ചു എന്നല്ല നോക്കുന്നത്. കഴിഞ്ഞ 3-4 മാസത്തെ നിങ്ങളുടെ ശീലങ്ങൾ കാരണം നിങ്ങളുടെ കോശങ്ങളിൽ ശരിക്കും എത്രത്തോളം ഒമേഗ 3 എത്തിയിട്ടുണ്ട് എന്നതിൻ്റെ ഒരു പെർഫെക്റ്റ് റിപ്പോർട്ട് കാർഡാണ് ഈ ടെസ്റ്റ് തരുന്നത്. ഈ റിപ്പോർട്ട് കാർഡിലെ സ്കോർ വെറും ഒരു നമ്പറല്ല കേട്ടോ. നിങ്ങളുടെ ഇൻഡെക്സ് 4% താഴെയാണെങ്കിൽ ഹൃദ്രോഗം പോലുള്ള വലിയ അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് നിങ്ങൾ ഹൈ റിസ്ക് സോണിലാണ്. 8% മുകളിലാണ് നമ്മൾ എത്താൻ ശ്രമിക്കേണ്ടത്. അതാണ് യഥാർത്ഥ സേഫ് സോൺ. പക്ഷേ ഞെട്ടിക്കുന്ന സത്യം എന്താണെന്നറിയോ? നമ്മളിൽ ഏതാണ്ട് 95% പേരും ഈ ഹൈ റിസ്ക് അല്ലെങ്കിൽ മോഡറേറ്റ് റിസ്ക് സോണിലാണ് ജീവിക്കുന്നത്. പലർക്കും ഇങ്ങനെയൊരു പ്രശ്നം തങ്ങൾക്കുണ്ടെന്ന് അറിയുക പോലുമില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. പുകവലി നമ്മുടെ ആയുസ്സിനെ എത്രത്തോളം ദോഷകരമായി ബാധിക്കുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഏതാണ്ട് അതുപോലൊരു സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒന്നാണ് ഈ ഒമേഗ 3യുടെ കുറവ്. അങ്ങനെയാണെങ്കിൽ ഒരു ലളിതമായ ടെസ്റ്റിലൂടെ നമ്മുടെ ഈ അവസ്ഥ മനസ്സിലാക്കി അത് ശരിയാക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ ദീർഘകാല ആരോഗ്യത്തിനു വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ കാര്യങ്ങളിലൊന്നായിരിക്കില്ലേ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? തീർച്ചയായും അറിയിക്കുക.